കഴിഞ്ഞ ദശകത്തിൽ ഹിരണ്യാക്ഷനെ ഭഗവാൻ വധിച്ചു. അപ്പോൾ മുനിമാരൊക്കെ പല പല സ്തുതികളാൽ പാടിപ്പുകഴ്ത്തി ഭഗവാനെ എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത്. ഇതിലാണെങ്കിൽ ഒരു യജ്ഞത്തിന് എന്തെല്ലാം വേണോ അതിനെയൊക്കെ ഭഗവാൻ ഓരോരോ സാമഗ്രികളായി പറയുന്നു. വരാഹത്തിൻ്റെ ആ രൂപത്തിന് ഓരോരോ യജ്ഞ സാമഗ്രികളായി പറയുന്നു. അതാണ് ഈ ശ്ലോകത്തിൽ. അപ്പം ശ്ലോകം വായിക്കാം. ത്വചിച്ഛന്ദോരോമസ്വപി കുശഗണചക്ഷുഷികൃതം ചതുർഹോതാരോഘ്രൗ സൃഗപി വദനേ ചോദരയിടാ ഗൃഹാജിഹ്വായാം തേ പരപുരുഷകർണേ ചമസാ വിഭോ സോമോ വീര്യം വരദ ഗണദേശേ പിബസദാഹ. ത്വചിച്ഛന്ദഃ എന്ന് പറഞ്ഞാൽ ആ ത്വക്കിൻ്റെ സ്ഥാനത്ത് വേദങ്ങളാകുന്നു. രോമസ്വപി ആ രോമങ്ങളാകട്ടെ രോമങ്ങളെ ദർഭപുല്ലായിട്ടും കുശഗണച്ച ചക്ഷുഷികൃതം ചക്ഷുഷികൃതം എന്ന് പറഞ്ഞാൽ ചക്ഷുഷി എന്ന് പറഞ്ഞാൽ കണ്ണുകളുടെ സ്ഥാനത്ത് കൃതം നെയ്യും ചതുർ ഹോതാരോ 4 കാലുകൾ ഹോമം ചെയ്യുന്ന സാധനങ്ങളായും സൃഗപി എന്നുവെച്ചാൽ ആ വദനെ ചോദര ഇടാഹ ആ വായയുടെ സൃഗപി സ്ഥാനത്ത് നെയ്യൊഴിക്കുന്ന സൃഗ് എന്ന് പറഞ്ഞാൽ നെയ്യൊഴിക്കുന്ന ഒരു സ്പൂണ് പോലുള്ള സാധനം, അതാണ് സൃഗ് എന്ന് പറയുന്നത്. വദനീച്ച ഇടാ ആ വായയിൽ ലോട്ട് ഇടാ ഒരു പാത്രം, ഹവിസ് സൂക്ഷിക്കുന്ന ഒരു പാത്രം എന്നാണ്. വദനേച്ച ചോദര ഇടാ അവയിൽ ഹവിസ് സൂക്ഷിക്കുന്ന ഒരു പാത്രം. വായയിൽ ഇട എന്ന പാത്രം. അടുത്ത് ഗ്രഹാജിഹ്വായ നാവിൻ്റെ സ്ഥാനത്ത് സോമരസം ജിഹ്വായാം തേ സൂക്ഷിക്കുന്ന പാത്രങ്ങളാകുന്നു. തേ പരപുരുഷ ഭഗവാനെ കർണേച്ച ചമസ ആ ചെവികൾ ഹോമകുണ്ഡത്തിൽ നെയ്യൊഴിക്കാൻ ഉപയോഗിക്കുന്ന ആ സാധനമാകുന്നു. വിഭോ സോമോ വീര്യം അങ്ങയുടെ ആ വീര്യം സോമരസം ആകുന്നു. കണ്ഠദേശത്തിലാകട്ടെ അപി ഉപസദഹ ആ പ്രത്യേക യാഗങ്ങളാണ്. കണ്ഠദേശത്തിൽ ഉപസത്തുക്കൾ ചില പ്രത്യേകതര യാഗങ്ങൾ ആകുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ത്വചിച്ഛന്ദ ത്വക്കിൽ വേദങ്ങളാകുന്നു. രോമസു കുശഗണം രോമങ്ങളിൽ ദർഭപുല്ലുകളാകുന്നു എന്നും കാലുകൾ ഹോമം ചെയ്യുന്ന ആൾക്കാർ ആകുന്നു എന്നും വായയുടെ സ്ഥാനത്ത് സൃഗ് ആകുന്നു എന്നും വയറിൻ്റെ സ്ഥാനത്ത് ഇട എന്നും ജിഹ്വായ നാവിൻ്റെ സ്ഥാനത്ത് സോമരസം എടുത്തു വയ്ക്കുന്ന പാത്രമെന്നും ചെവിയുടെ സ്ഥാനത്ത് ഹോമകുണ്ഡത്തിൽ ഒഴിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആണെന്നും അങ്ങയുടെ രേതസ് ആ സോമരസം ആകുന്നു. കണ്ഠദേശത്തെ പ്രത്യേകതരം യാഗത്തിന് വേണ്ട ഓരോരോ സാധനങ്ങൾ ആകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മൂക്ക് യജ്ഞം, കാതുകൾ യാഗത്തിലെ മന്ത്രങ്ങൾ, വായ അഗ്നി, കൊമ്പുകൾ യാഗകുണ്ഠം, എൻ്റെ ശരീരത്തിലെ ഓരോ രോമവും ഒരു യജ്ഞം. വരാഹൻ്റെ ശരീരം മുഴുവൻ യജ്ഞവും വേദവും ധർമ്മവുമാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. ത്വചിച്ഛന്ദോരോമസ്വപി കുശഗണചക്ഷുഷികൃതം ചതുർഹോതാരോഘ്രൗ സൃഗപി വദനേ ചോദരയിടാ ഗൃഹാജിഹ്വായാം തേ പരപുരുഷകർണേ ചമസാ വിഭോ സോമോ വീര്യം വരദഗളദേശേ പിബസദഃ.